നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. ആദ്യം പ്രാദേശികം. ആർത്തവ ശുചിത്വ ദിനാചരണം ശില്പശാല സംഘടിപ്പിച്ച കില. ആർത്തവം എന്നത് പ്രകൃത്യാലുണ്ടാവുന്ന സ്വാഭാവികമായ അവസ്ഥയാണെന്നും മാറ്റി നിർത്തപ്പെടേണ്ടതല്ലെന്നുമുള്ള അവബോധം നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നിട്ടിറങ്ങുന്നത് അഭിനന്ദനാർഹമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് IAS പറഞ്ഞു. ആർത്തവ ശുചിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് കിലയിൽ നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അത്തരം ഒരു അവബോധം സാമൂഹിക പുരോഗതിക്ക് ആവശ്യമാണെന്നും ഡോക്ടർ ഷർമിള മേരി ജോസഫ് പറഞ്ഞു. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് പുരുഷന്മാരായ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായിരുന്നു ശില്പശാലയിൽ പങ്കെടുത്തത്. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ ആമുഖാവതരണം നടത്തി. പരിയാരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ AK ജയശ്രീ മുഖ്യപ്രഭാഷകയായി. കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അമൃത KPN, യുണിസെഫ് പ്രതിനിധി അനന്യ ഘോഷാൽ തുടങ്ങിയവരും സംസാരിച്ചു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികൾ തങ്ങളുടെ മേഖലയിൽ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചു. കിലയും യുണിസെഫും സംയുക്തമായാണ് ആർത്തവ ശുചിത്വ ശില്പശാല സംഘടിപ്പിച്ചത്. കേരളത്തിലെ ശാസ്ത്രീയമായ ഖരമാലിന്യ സംവിധാനങ്ങളെയും നിയമ നടപടികളടക്കമുള്ള വിഷയങ്ങളെയും പരിചയപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ കോഴ്സ് നടത്താനൊരുങ്ങി കില. കോഴ്സിൽ പങ്കെടുക്കുന്നവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികളിൽ കൂടുതൽ കാര്യക്ഷമമായി പങ്കെടുക്കാൻ സാധിക്കും. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാമെന്നും മാലിന്യം കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യരുതാത്ത പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നും അവ ചെയ്താൽ നടപടി എന്തായിരിക്കുമെന്നും പഠിക്കാം. ഈ രീതിയിൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ തൽപരരായ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ കോഴ്സിലൂടെ സാധിക്കും. ഡിജി കേരളം പരിപാടിയിൽ നിങ്ങൾക്കും പങ്കാളിയാവാം. പരിപാടിയിൽ വോളണ്ടിയർ ആകുവാൻ താൽപ്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും dgkeralam.lsgkerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത നേടിയെടുക്കുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാന കർമ്മപദ്ധതി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ശില്പശാല കിലയിൽ നടന്നു. ശില്പശാലയിൽ തയ്യാറാക്കിയ കർമ്മപദ്ധതിയിൽ ആവശ്യമായ തിരുത്തലുകൾ നടത്തുകയാണ് ചെയ്തത്. പദ്ധതികളുടെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുവാൻ പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ച പഞ്ചായത്ത് ഓഫീസിൽ നടത്തി. സുസ്ഥിര വികസനത്തിൽ ദാരിദ്ര്യരഹിതവും ഉയർന്ന ഉപജീവന മാർഗവുമുള്ളതായ ഗ്രാമമെന്ന വിഷയത്തിൽ പരിശീലനം തൃശൂർ കിലയിൽ ആരംഭിച്ചു. കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അമൃത KPN പരിപാടിയിൽ സംസാരിച്ചു. കിലയുടെ പരിശീലനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി ആന്ധ്രാപ്രദേശിൽ നിന്ന് 3 അംഗ വിദഗ്ധ സംഘം തൃശൂർ കില സന്ദർശിച്ചു. കിലയിലെ പരിശീലനങ്ങളെക്കുറിച്ചും വിവിധ ട്രെയിനിംഗ് സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും പഠിക്കുന്നതിനായി സംഘം 4 ദിവസം കിലയിൽ ചിലവഴിക്കും. പുതിയതായി സ്ഥാനക്കയറ്റം ലഭിച്ച സെക്രട്ടറിമാർക്കുള്ള 14 ദിവസത്തെ ഇൻഡക്ഷൻ ട്രെയിനിംഗ് തൃശൂർ കിലയിൽ നടന്നു. വിവിധ പഞ്ചായത്തുകളിലെ സ്ഥാനക്കയറ്റം ലഭിച്ച സെക്രട്ടറിമാർ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. മാലിന്യ സംസ്കരണം കിലയുടെ കോഴ്സിൽ സ്കൂൾ കുട്ടികളും. മാലിന്യം ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന തദ്ദേശ വകുപ്പിനു വേണ്ടി കില തയ്യാറാക്കിയ സൗജന്യ ഓൺലൈൻ കോഴ്സിൽ ബിരുദ വിദ്യാർത്ഥികൾക്ക് പുറമെ സ്കൂൾ കുട്ടികളെയും ഉൾപ്പെടുത്തും. നാഷണൽ സർവീസ് സ്കീം, NCC എന്നിവയുടെ 10,000-ഓളം സ്കൂൾ വിദ്യാർത്ഥികൾ മാലിന്യ സംസ്കരണ പദ്ധതികളിൽ പങ്കാളികളാണ്. ഇവരെ കോഴ്സിൻ്റെ ഭാഗമാക്കുന്നത് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. കിലയുടെ കോഴ്സസ് പോർട്ടൽ വഴിയാണ് ക്ലാസ്. റെക്കോർഡ് ചെയ്ത ക്ലാസ്സായതിനാൽ ഏതു സമയത്തും എവിടെയിരുന്നും പഠിക്കാം. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രാദേശിക കൂട്ടായ്മകൾക്കും ക്ലാസ്സിൽ പങ്കെടുത്ത് മാലിന്യ പരിപാലനത്തിൻ്റെ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാനാകും. സ്വയം പര്യാപ്ത അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ സദ്ഭരണ ഗ്രാമത്തെക്കുറിച്ചുള്ള പരിശീലനം തൃശൂർ കിലയിൽ നടന്നു. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ പരിപാടിയിൽ സംസാരിച്ചു. അതിഥികൾക്കായി താമസ സൗകര്യമുള്ള ഗ്രാമീണ മേഖലയിലെ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ എന്നിവയുടെ ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട റേറ്റിംഗ് നടത്തുന്നു. കേന്ദ്ര ടൂറിസം വകുപ്പും സ്വച്ഛ് ഭാരത് മിഷനും ചേർന്ന് നൽകുന്ന സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ്സ് പ്രവർത്തനങ്ങൾ ശുചിത്വ മിഷനാണ് സംസ്ഥാനത്ത് ഏകോപിപ്പിക്കുന്നത്. അതിഥി മന്ദിരങ്ങൾ ശുചിത്വ നിലവാരത്തിൽ പാലിക്കുന്ന കൃത്യതയ്ക്കുള്ള അംഗീകാരമായിരിക്കും സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ്. റേറ്റിംഗിലൂടെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്ഥാപനങ്ങളുടെ ശുചിത്വ നിലവാരത്തിലെ വിശ്വാസ്യതയും
അതിലൂടെ ബിസിനസ് സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാവും. സ്വച്ഛതാ ഗ്രീൻ ലീഫ് റേറ്റിംഗ് പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുന്നതിന് കേരളം ഒരു ഓൺലൈൻ പോർട്ടൽ തയ്യാറാക്കി ലക്ഷ്യവിഭാഗങ്ങൾക്കായി ലഭ്യമാക്കിയിട്ടുണ്ട്. മഴക്കാല പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ സന്ദേശ പ്രചരണാർത്ഥം തൃശൂർ ജില്ലാ ശുചിത്വ മിഷനും ജില്ലാ മെഡിക്കൽ ഓഫീസും സംയുക്തമായി തയ്യാറാക്കിയ പോസ്റ്റർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ പ്രകാശനം ചെയ്തു. ADM ടി മുരളി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ, ജില്ലാ മെഡിക്കൽ ഓഫീസ് ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ R റെജീന എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് മഴയെ തുടർന്ന് പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചത്. 0471 2317 214 നമ്പർ. മഴയെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ, പെട്ടെന്നുണ്ടായ പകർച്ചവ്യാധികൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ എന്നിവ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് അറിയിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ ഈ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ MG രാജമാണിക്യം പറഞ്ഞു. ജൂൺ 7, 8, 9 തീയതികളിൽ കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ അരങ്ങ് സംസ്ഥാനതല കലോത്സവത്തിൻ്റെ ലോഗോ പ്രകാശനം അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA നിർവഹിച്ചു. കുടുംബശ്രീ അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വാർഡ് തലം മുതൽ സംസ്ഥാനതലം വരെ സംഘടിപ്പിക്കുന്ന അരങ്ങിൻ്റെ 5ാം പതിപ്പാണ് കാസർഗോഡ് നടക്കുന്നത്. സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ ലഭിച്ച 70-ലേറെ എൻട്രികളിൽ നിന്നാണ് ലോഗോയും ടാഗ് ലൈനും തിരഞ്ഞെടുത്തത്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മാതൃക നേരിട്ട് മനസ്സിലാക്കുന്നതിനായി തമിഴ്നാട് ദാൻ അക്കാദമിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കില സന്ദർശിച്ചു. വിവിധ വിഷയങ്ങളിൽ നിന്നായി 33 വിദ്യാർത്ഥികളാണ് കില സന്ദർശിച്ചത്. സംഘം തൃശൂർ ജില്ലയിലെ തളിക്കുളം, പാറളം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് സന്ദർശനം നടത്തും. തദ്ദേശീയരായ ഗോത്ര പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളെ വ്യത്യസ്ത മേഖലകളിൽ മികവുറ്റരാക്കുന്നതിനും പ്രാപ്തരാക്കുന്നതിനുമുള്ള പദ്ധതിയുമായി കുടുംബശ്രീ. കനസ് ജാഗ എന്നതാണ് പദ്ധതിയുടെ പേര്. അവർ ജീവിക്കുന്ന ഇടം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങൾ എന്നിവ സ്വയം തിരിച്ചറിയുന്നതിനും പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് സ്വയം പ്രാപ്തരാക്കുകയുമാണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. കാസർഗോഡ് കൊറക, കണ്ണൂർ ആറളം, വയനാട്ടിലെ തിരുനെല്ലി നൂൽപ്പുഴ, മലപ്പുറം നിലമ്പൂർ, അട്ടപ്പാടി, പറമ്പിക്കുളം, പാലക്കാട് വണ്ടാഴി, തൃശൂർ കാടർ, ഇടമലക്കുടി, ഇടുക്കിയിലെ മറയൂർ, കാന്തല്ലൂർ, പത്തനംതിട്ട, മലബണ്ടാരം തുടങ്ങിയ പ്രത്യേക പദ്ധതി പ്രദേശങ്ങളിലാണ് കനസ് ജാഗ നടപ്പിലാക്കുന്നത്. ഈ പ്രദേശങ്ങളിലുള്ള തദ്ദേശീയരായ കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകി അവർ തങ്ങളുടെ ആവാസ വ്യവസ്ഥയെ വിശദമാക്കുന്നതും പ്രശ്നങ്ങൾ വ്യക്തമാക്കുന്നതും പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതുമായ ഷോർട്ട് ഫിലിമുകൾ, നാടകം, കഥകൾ എന്നിവ തയ്യാറാക്കുന്നു. പരമാവധി 15 മിനിറ്റ് വരുന്ന ഷോർട്ട് ഫിലിമുകൾ സെപ്റ്റംബറിൽ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. നിലവിൽ 500-ലേറെ കുട്ടികൾ കനസ് ജാഗ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. മെൻസ്ട്രൽ ഹൈജീൻ വിഷയത്തിൽ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര സൗത്ത് ഗ്രാമപഞ്ചായത്തും കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്തും നടത്തിയ പ്രവർത്തനങ്ങൾ കാണാം. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിനം പ്രതി 200-ലധികം രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. ആർത്തവ ശുചിത്വം, പാഡുകൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന അലർജി തുടങ്ങിയ പ്രശ്നങ്ങളുമായി വരുന്ന സ്ത്രീകൾ അതിൽ പ്രധാനപ്പെട്ടതാണ്. ഇതിന് പരിഹാരമായിട്ടാണ് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാം എന്ന ആശയം ഉണ്ടായത്. ഇത് പഞ്ചായത്തിനെ അറിയിക്കുകയും പ്രസിഡന്റ് ശ്രീ PG സൈറസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. ICDS സൂപ്പർവൈസറുടെ കീഴിൽ വന്ന 1 ലക്ഷം രൂപ ഉപയോഗിച്ച് 350-ൽ പരം മെൻസ്ട്രൽ കപ്പ് വാങ്ങി പഞ്ചായത്തിൽ വിതരണം ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ഭൂരിഭാഗം വരുന്ന ഉപഭോക്താക്കളുടെയും നല്ല അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ സർവേ നടത്തിയാണ് 15-നും 45-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ എണ്ണം തിട്ടപ്പെടുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും പേർക്ക് മെൻസ്ട്രൽ കപ്പ് വാങ്ങുന്നതിന് ആവശ്യമായ ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൽകിയത്. 4331 സ്ത്രീകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്നതിനായി പഞ്ചായത്ത് തീരുമാനിച്ചു. ഞാൻ റഷീദ, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 12-ാം വാർഡിൽ താമസക്കാരിയാണ്. ഞാൻ 1.5 വർഷമായിട്ട് ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട്
ഒരു ഇറിറ്റേഷനോ സൈഡ് എഫക്റ്റോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ പാഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ബ്ലീഡിങ് നന്നായിട്ടുള്ളതായിരുന്നു. ഒരു ദിവസം 4 പാഡെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഞാൻ ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല സൂട്ടബിളാണ്. ഞാൻ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ താമസിക്കുന്നതാണ്. എൻ്റെ പേര് ഷിഞ്ചു എന്നാണ്. ഞാൻ 1 വർഷമായിട്ട് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നു. നേരത്തെ പീരീഡ്സ് സമയമാകുമ്പോഴത്തേക്കും 3-4 പാഡ് ഉപയോഗിക്കേണ്ടി വരുമായിരുന്നു. അതിനെ അപേക്ഷിച്ച് മെൻസസ് കപ്പ് നല്ലതാണ്. ഇത് യൂസ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകി നമുക്ക് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ പേര് ലീന, ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന ആണ്. 19ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നടന്നത്. അതിനുശേഷം ഞാൻ 2 കുട്ടികളുടെ അമ്മയായിരുന്നു. ആരോഗ്യ പ്രവർത്തകർ ഇതിൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ പങ്കെടുക്കുകയും മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ച് അറിയുകയും ചെയ്തു. ആ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് എനിക്ക് അതിനെപ്പറ്റിയുള്ള അറിവുണ്ടായതിന് ശേഷം ഞാൻ അത് ഉപയോഗിച്ചു. ഞാൻ സൈക്കിൾ ചവിട്ടിയാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ മകളും അത് ഉപയോഗിക്കുന്നു. മെൻസ്ട്രുവൽ കപ്പിനും ആരോഗ്യ പ്രവർത്തകർക്കും നന്ദി. എൻ്റെ പേര് ശ്രുതി. ഞാൻ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞാൻ 2 കൊല്ലമായി മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ സേഫ്റ്റിയാണ് പെൺകുട്ടികൾക്ക്. ഇതിന് ലീക്കേജ് ഇല്ല. നമുക്ക് വളരെ കംഫർട്ടാണ്. ഇതിനായി 13 ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിക്കുകയും ചെയ്തു. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ നിന്ന് സ്മോൾ, മീഡിയം, ലാർജ് സൈസ് തരംതിരിച്ച് വാങ്ങി വിതരണം ചെയ്യുകയും ചെയ്തു. ഈ കപ്പിൻ്റെ ഉപയോഗത്തിന് ശേഷമുള്ള വൃത്തിയാക്കൽ, മറ്റ് ആശങ്കകൾ, സംശയങ്ങൾ എന്നിവ ദൂരീകരിക്കുന്നതിനായി ഫാക്കൽറ്റിയായ ഡോക്ടർ ഐശ്വര്യ പുന്നപ്ര JB സ്കൂളിൽ വെച്ച് നടന്ന സെമിനാറിൽ ക്ലാസ് എടുത്ത സ്ത്രീകളെ ബോധവതികളാക്കി. കപ്പിനെ എടുക്കുക, ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഈ ബെല്ല് ഏരിയയിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഫ്രണ്ടിൽ 2 വിരൽ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്യാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യാൻ ഉപയോഗിച്ച് ഈ വിരൽ മെല്ലെ ഊരിയെടുക്കുക. ഓക്കെ, സി അല്ലെങ്കിൽ യു ഫോൾഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇപ്പൊ നമ്മള് ഈ കപ്പിനെ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുന്ന സിറ്റുവേഷനിൽ ഇത് ഹാർഡായിപ്പോ. വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക, മാറ്റി വെക്കുക. അതിനുശേഷം 3 മുതൽ 5 മിനിറ്റ് വരെ കപ്പിനെ ഒന്ന് ഇട്ട് വെക്കുക. അങ്ങനെ മാത്രം ചെയ്താൽ മതി. ഇപ്പൊ ചോദിക്കും അതിനകത്ത് എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്യണോ, സോപ്പ് സൊല്യൂഷനോ മറ്റെന്തെങ്കിലും യൂസ് ചെയ്ത് കപ്പിനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 2 രീതിയിലാണ് നമുക്ക് കപ്പിനെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുന്നത്. ഒന്നാമത്തേത് ഇന്ത്യൻ ക്ലോസറ്റില് കുത്തിയിരിക്കുന്ന ഒരു സ്റ്റൈലില്, അതിനെ സ്ക്വാട്ടിംഗ് പൊസിഷൻ എന്നാണ് പറയുന്നത്. സ്ക്വാട്ടിംഗ് പൊസിഷനിൽ നമുക്ക് കപ്പിനെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റും. അതും ഇല്ലാന്നുണ്ടെങ്കിലാണ് ഈ ഒരു കാല് പൊക്കി നിന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെക്കാൻ പറ്റും. മുട്ടിന്റെ പൊക്കോട് കൂടെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ക്ലോസറ്റിൽ ഇട്ടരച്ചിട്ട് ഒരു കാല് അതിന്റെ മേലെ ഉയർത്തി വെക്കുക. ആ ഒരു രീതിയിൽ നമുക്ക് കപ്പിനെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റും.
സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ച് കണ്ടു. പക്ഷെ ഇതെന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുക ഒന്നും അറിയില്ല. ഭയങ്കര എന്താ പറയുക, ഒരു പേടിയായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ പഞ്ചായത്ത് മുഖേന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ മെൻസ്ട്രുവൽ കപ്പ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്കും വാങ്ങണമെന്ന് തോന്നി. അങ്ങനെ അപേക്ഷ കൊടുത്തു. ഈ ഒരു സംഭവം കപ്പ് കിട്ടി എനിക്ക്. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം ഒന്നും അറിയാത്തതുകൊണ്ട് ഇത് കിട്ടിയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. നമ്മുടെ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ പഞ്ചായത്തും ചേർന്ന് ഇതിന് നല്ലൊരു ബോധവൽക്കരണ ക്ലാസ് നൽകി. ഇത് വിതരണം ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലായി. മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു സംഭവം നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഫീൽ ആവുന്നില്ല. നല്ല കംഫർട്ടാണ് നമ്മുടെ സാനിറ്ററി പാഡുകളെ അപേക്ഷിച്ചിട്ട്. ഇപ്പോൾ പീരീഡ്സ് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ പുറത്ത് പോകുമ്പോഴായിക്കോട്ടെ, ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴായിക്കോട്ടെ, യാതൊരു പേടിയും യാതൊരു ടെൻഷനും ഇല്ല. നല്ലൊരു യൂസ്ഫുൾ ആയ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ മെൻസ്ട്രുവൽ കപ്പ്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് കോട്ടയം ജില്ലയിലെ മറവൻതുരത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ്. മറവൻതുരത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിദരിദ്രരായിട്ടുള്ള 7 കുടുംബങ്ങളെ നമ്മുടെ പഞ്ചായത്തിൽ കണ്ടെത്തുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളായി വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുകയും അവർക്ക് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു. അവർക്ക് മരുന്നിന് പൈസ കണ്ടെത്താൻ സാധിക്കാത്തവർക്ക് മരുന്ന്, അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ പഞ്ചായത്തിലുള്ള അതിദരിദ്രരായിട്ടുള്ളവരെ നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏകദേശം 2ഓളം വീടിൻ്റെ കുറച്ച് പണികൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. അതുകൂടി കഴിഞ്ഞാൽ അതിദരിദ്ര മുക്ത പഞ്ചായത്തായിട്ട് തന്നെ നമുക്ക് പ്രഖ്യാപിക്കുവാൻ സാധിക്കും. കാർഷിക രംഗത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് വിശദീകരിക്കാമോ? സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ച് തരിശുഭൂമി കൃഷി യോഗ്യമാക്കുക എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അത്തരം മേഖലകൾ കണ്ടെത്തി ഗവൺമെൻറ് തന്നെ സബ്സിഡി 40,000 രൂപ സബ്സിഡിയായിട്ട് നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം അത് പ്രോത്സാഹനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യവും തരിശുഭൂമി കൃഷി യോഗ്യമാക്കുന്നതിന് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പിന്നെ കൃഷിഭവൻ വഴി വിത്തും അതുപോലെ തന്നെ തൈകളും വീടുകൾ അടുക്കള തോട്ടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും എല്ലാ വാർഡിലും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും നല്ല രീതിയിൽ വിജയകരമായിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെൽകൃഷി നടത്താത്ത സ്ഥലങ്ങളിൽ അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ പഞ്ചായത്തിൻ്റെയും കേന്ദ്ര ഫണ്ടുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. പൊതുവെ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് അത്തരം മേഖലകളിൽ സാധ്യമായ രീതിയിലുള്ള അതിൻ്റെ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള കൃഷി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ഒരു കാർഷിക പ്രധാനമായ പഞ്ചായത്ത് എന്ന നിലയിൽ അതിനാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നത്. ക്ഷീരോത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞ മാതിരി തന്നെ കന്നുകുട്ടി പരിപാലനം, കന്നുകുട്ടികളെ നൽകുന്ന വ്യക്തിഗത ഗുണഭോക്താക്കളായിട്ട് കന്നുകുട്ടികളെ നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് അത് വനിതകൾക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അത്ര ആളുകളെ കണ്ടെത്തി വിതരണം ചെയ്തിട്ടുണ്ട്. ആടുകളെ വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ പാൽ സൊസൈറ്റികൾ വഴി സൊസൈറ്റിയിൽ പാലിളക്കുന്ന ആളുകൾക്ക് പാലിന് ഇൻസെൻറ്റീവ്, അവർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുൽകൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. പൊതുവെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ്, വളരെ സഹായിക്കേണ്ട ഒരു വിഭാഗമാണ് ക്ഷീര കർഷകർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയെ കൂടുതൽ അതിന് വേണ്ടിയിട്ട് നല്ല ശതമാനം പ്ലാൻ ഫണ്ടുകൾ ഞങ്ങൾ വിനിയോഗിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിൻ്റേതായ പ്രയോജനം മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്? ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് 1ഉം 2ഉം സ്ഥാനങ്ങളായിട്ട് ആർദ്രം പുരസ്കാരം ജില്ലാതലത്തിൽ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിന് ദേശീയ തലത്തിലുള്ള ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ അടിസ്ഥാനത്തിൽ വലിയ മികവ് പുലർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭൗതിക സൗകര്യങ്ങളും ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ
പിന്നെ മരുന്നുകൾക്ക് വേണ്ടി മരുന്ന് ഫ്രീ ആയി തന്നെ സ്ഥിരമായ രോഗികൾക്ക് ഇപ്പം പ്രഷർ, ഷുഗർ അതുപോലെയുള്ള സ്ഥിരം മരുന്ന് കഴിക്കേണ്ടവർക്ക് ഫ്രീ ആയിട്ട് തന്നെ മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നല്ലൊരു ഫണ്ട് ഏതാണ്ട് 30 ലക്ഷത്തോളം രൂപ ഒരു വർഷം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നുണ്ട്. ആശുപത്രിയുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയും വ്യക്തികളുടെ സഹായങ്ങളോടു കൂടിയും അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ആശുപത്രി മേഖലയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയുർവേദം, അതുപോലെ തന്നെ ഹോമിയോ, അലോപ്പതി 3 മേഖലകളിൽ ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ആയുർവേദ രംഗത്തെ മികവ് പുലർത്തിയതിന് അലോപ്പതി രംഗത്ത് നമുക്ക് അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആർദ്രം പുരസ്കാരം 3ാം സ്ഥാനം കഴിഞ്ഞ വർഷത്തെ നമുക്ക് ജില്ലയിൽ. പാലിയേറ്റീവ് രംഗത്ത് നമ്മൾ പാലിയേറ്റീവ് പ്രത്യേക സംവിധാനങ്ങൾ നമ്മൾ പഞ്ചായത്ത് തന്നെ അതിന് പ്രത്യേകം നേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു വാഹനമുണ്ട്, വീടുകളിൽ പോയി പാലിയേറ്റീവ് പരിചരണം നമ്മൾ നടത്തുന്നുണ്ട്. ഒരു ഹെൽത്ത് ക്ലബ്ബ് തന്നെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്ത് തന്നെ പ്ലാൻ ചെയ്തിട്ട് നേഴ്സുണ്ട്, വീടുകളിൽ ചെന്ന് BPL ആയിട്ടുള്ളവർക്ക് ഫ്രീ ആയിട്ടുള്ള അവരുടെ പ്രഷർ, ഷുഗറെല്ലാം പരിശോധിക്കുന്ന കാര്യങ്ങൾ. ഡോക്ടർ ഒരു പ്രത്യേക ഗവൺമെൻറ്റിൻ്റെ സഹായം കൂടാതെ തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് ഒരു ഡോക്ടറെയും കൂടി, 2 ഡോക്ടറുണ്ട്, ആകെ 3 ഡോക്ടറാണ് ഞങ്ങൾ ഒരു ഡോക്ടറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യമേഖലയിൽ ഞങ്ങൾക്ക് നല്ല മികവ് പുലർത്താനായിട്ട് മറുപന്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ അവർക്ക് നമ്മളുടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് സ്വയം തൊഴിലിൽ പ്രാപ്തരാക്കുവാൻ വേണ്ടിയുള്ള ഫണ്ടുകൾ നമ്മൾ നൽകുന്നുണ്ട്. കുട്ടികൾക്ക് നമ്മളിപ്പോൾ അംഗനവാടി വഴി ഫുഡ് കൊടുക്കുന്ന ഇതിനുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കുട്ടികൾക്ക് ബാലസഭകൾ ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിൽ നടത്തപ്പെടാറുണ്ട്. തുടർന്നും നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അടുത്ത പ്രോജക്റ്റും വെച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ്. ഓപ്പൺ ജിം നമ്മൾ പ്രോജക്റ്റ് വെക്കാൻ ഇരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചില വ്യക്തികളുടെ സഹായത്തോടു കൂടി തന്നെ ഓപ്പൺ ജിമ്മിന് വേണ്ടി സ്ഥലം കണ്ടെത്തുകയും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അതിൻ്റെ മെഷീനറീസ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ പണി ആരംഭിക്കുകയും ഓപ്പൺ ജിമ്മ് നമ്മൾ പ്രവർത്തനം നടത്തപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ ഗ്രാമം മാലിന്യമുക്തമായും സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മാലിന്യമുക്ത പഞ്ചായത്ത് തന്നെ നമ്മളാക്കി മാറ്റപ്പെട്ടു. നമ്മൾ പൊതുസ്ഥലങ്ങളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് 5 എണ്ണം. MCF ൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. MCFിലേക്ക് നമ്മൾ കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം മാറ്റിക്കൊണ്ട് അതാത് സമയങ്ങളിൽ തന്നെ അത് കുന്നുകൂടി കിടക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ സൈഡുകളിലൊന്നും തന്നെ മാലിന്യം വലിയ രീതിയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കുന്നു. അത് ഹരിതകർമ്മസേനയെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വീടുകളിൽ നിന്നും നമ്മൾ 50 രൂപ ഈടാക്കിക്കൊണ്ട് കളക്ട് ചെയ്തുകൊണ്ട് എല്ലാ മാസവും കൃത്യമായി തന്നെ അടച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ മിക്ക വാർഡുകളും തന്നെ 100% എത്തിപ്പെട്ട രീതിയിലേക്ക് നമ്മൾ ആ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തോടുകളെല്ലാം വൃത്തിയാക്കി മാലിന്യമുക്ത പഞ്ചായത്താക്കി തന്നെ നമ്മൾ മാറ്റുന്ന പ്രവർത്തനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കേരള സർക്കാർ തന്നെ മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതി തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അക്ഷരം പ്രതി മറുതുരുത്ത് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ, അതിനുവേണ്ടിയുള്ള വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ, ഞങ്ങൾ വലിയ ജാഥകൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മെമ്പർമാരും ഇത് ചെയ്ത് ഇതിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തി. കാരണം മാലിന്യമുക്തമാകാതെ നവകേരളം സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ള ഇതിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസം. ആ കാര്യത്തിൽ ഞങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ജനങ്ങളെ അതിലേക്ക് ഇത് ചെയ്യാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് 30 ഹരിതകർമ്മ സേന അംഗങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഒരു വാർഡിൽ 2 പേര് വെച്ചുണ്ട്. അത് 100% ഇവിടെ പറഞ്ഞ മാതിരി തന്നെ 100% ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ജലാശയങ്ങളും തോടുകളും എല്ലാം ഉള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ജലാശയങ്ങളെല്ലാം മലിനപ്പെടുന്ന സാഹചര്യത്തിൽ അത് കേന്ദ്ര ഫണ്ടും കൂടി ടൈഡ് ഫണ്ടെല്ലാം വെച്ചുകൊണ്ട് അത് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 100%ആയിട്ടാണ് വലിയ ഭഗീരഥ പ്രയത്നമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ആ തരത്തിലേക്ക് മാലിന്യമുക്തം നവകേരളം എന്നുള്ള പദ്ധതി പരിപാടി ഇപ്പോൾ ഈ മാർച്ച് 30 തന്നെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് നീണ്ടുപോയി. എന്തായാലും സംസ്ഥാനത്ത് മൊത്തം
അത്തരമൊരു പ്രഖ്യാപനം നടക്കുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തും അതിന് സജ്ജമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സാധ്യതകളാണ് നിലവിൽ പഞ്ചായത്തിലുള്ളത്? ടൂറിസം ഭൂപടത്തിൽ ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പഞ്ചായത്തായിട്ട് ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, കേരളത്തിലെ 10 പഞ്ചായത്തുകൾ, ടൂറിസം പ്രാധാന്യമുള്ള പഞ്ചായത്തുകളെ എടുത്തിട്ടുള്ളതിൽ ഒരു പഞ്ചായത്ത് മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്താണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മൂവാറ്റുപുഴ ആറിനാലും വേമ്പനാട്ട് കായലിനാലും ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് മറവന്തുരുത്ത്. നിരവധി കനാലുകൾ, ചെറിയ തോടുകളെല്ലാമായി ജലസമ്പന്നമായ ഒരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജലാശയങ്ങളിലൂടെയെല്ലാം ഗതാഗത യോഗ്യമാക്കി ടൂറിസ്റ്റുകളെ കൊണ്ടുപോവുക എന്നുള്ള കനാൽ ടൂറിസം, അതുപോലെ തന്നെ റിവർ ടൂറിസം ഒക്കെ ഞങ്ങൾ അങ്ങനെയുള്ള 3-4 മേഖലകളിൽ കൂടുതൽ വലിയ ട്രെയിനിങ്. അതിൻ്റെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ രൂപേഷ് കുമാർ ഞങ്ങളുടെ നാട്ടുകാരനും കൂടിയായിരുന്നു, രൂപേഷ് കുമാർ. അപ്പോൾ അയാളുടെ കൂടുതൽ നിർദ്ദേശവും നേതൃത്വത്തിൻ്റെയൊക്കെ ഫലമായിട്ട് വലിയ രീതിയിൽ മുന്നേറാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ മേഖലയിൽ. അപ്പോൾ അത് വിദേശികളെല്ലാം അത്തരത്തിലേക്ക് വരുന്നുണ്ട്. അത് ഡെവലപ്പ് ചെയ്യാനുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ ഞങ്ങൾക്ക് നിലവിലുണ്ട്. അതിനുവേണ്ടി ഉള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. ടൂറിസത്തിൻ്റെ ഭാഗമായി 18 തോടുകൾ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൽ അരിവാൾ തോടെന്ന തോടിനാണ് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അതിൽ ഈ പ്രവർത്തനം നടന്നത്. കയാക്കിംഗ് ഉൾപ്പെടെയുള്ളവ അവിടെ നടത്തപ്പെടുന്നുണ്ട്. ഇനിയും നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ ഉത്തരവാദിത്ത മിഷൻ്റെ ടൂറിസം കോർഡിനേറ്റർ ആയിട്ടുള്ള രൂപേഷ് സാറിൻ്റെ സഹകരണത്തോടെ തന്നെ നമുക്ക് ഇനിയും നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് പറയുന്നത്. ടൂറിസത്തിൽ ഗ്ലോബൽ അവാർഡ് നമുക്കാണ് മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സജ്ജരാണ് നിങ്ങൾ? 2018 പ്രളയം ശക്തമായി ബാധിച്ച ഒരു പ്രദേശമാണ്, പഞ്ചായത്തായിരുന്നു ഞങ്ങളത്. പ്രത്യേകിച്ച് വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് 15 വാർഡുകളിലും അതിനു വേണ്ടിയിട്ട് പ്രത്യേക കമ്മിറ്റികൾ, ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രത്യേക സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയുന്ന നിലയിലേക്ക് പരിശീലനങ്ങളെല്ലാം നൽകിയ സമിതിയെ, ഞങ്ങൾക്ക് സേനയെ തന്നെ ഞങ്ങൾക്ക് രൂപീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വെള്ളക്കെട്ട് അതുപോലെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ മഴക്കാലത്തിന് മുമ്പേ തന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ കൂടാതെ മഴക്കാലത്തിന് മുമ്പേ തന്നെ അത്തരമൊരു സാഹചര്യം വന്നാൽ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ സ്കൂളുകൾ അതുപോലെയുള്ളത് ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടി വന്നാൽ അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. സ്ഥിരമായിട്ട് അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോട്ട്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അത് ഭാവിയിൽ ഞങ്ങൾക്ക് വേണ്ടിവരുന്ന ഒരു സാഹചര്യമുണ്ട്, എന്തെങ്കിലും ഒരു പ്രത്യേക പ്രളയമൊക്കെ വന്നാൽ അതിജീവിക്കുന്നതിന് വേണ്ടി. എന്തായാലും അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ഇപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പ് തന്നെ ഒരു ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് 14 വർക്കിംഗ് ഗ്രൂപ്പായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളും ആ തരത്തിലേക്ക് കൂടുതൽ സജീവ ശ്രദ്ധ ആ കാര്യങ്ങളിലുണ്ട്, ശ്രദ്ധ പുലർത്തി വരികയാണ്. പഞ്ചായത്തിന്റെ നിലവിലെ അവസ്ഥ വെച്ച് ഇനി ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വികസനം ആവശ്യമായിട്ടുള്ളത്? തീർച്ചയായിട്ടും കാർഷിക പ്രധാനമായ ഒരു പഞ്ചായത്തായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിഭൂമികൾ തരിച്ചു കിടക്കുന്നതും കൃഷി നടത്തുന്നതിനും വരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാനാണ് ഞങ്ങൾ ഇതുവരെയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നത്. ഭാവിയിൽ കൃഷിഭൂമികളെല്ലാം കൃഷിയോഗ്യമാക്കുന്നതിനും അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ തൊഴിൽ സഭകളടക്കം അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തി വരികയാണ്. അവർക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകുന്നുണ്ട്, നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി സംരംഭകരായി വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ചുകൊണ്ടുള്ള വ്യവസായ വകുപ്പിൻ്റെ ഇൻറ്റേൺ അടക്കം പഞ്ചായത്തിൽ നിരന്തരം വരികയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിൽ കൊടുക്കുന്നതും കൃഷി ഭൂമി അതിൻ്റെ പ്രതിസന്ധികൾ മാറ്റി കൃഷിയോഗ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ. അതോടൊപ്പം തന്നെ പരമ്പരാഗത വ്യവസായം ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പുരോഗതിയെല്ലാം അനുസരിച്ച് ജനങ്ങളുടെ തൊഴിൽ സാധ്യത നിലനിർത്തുക എന്നുള്ളതാണ് ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യം. അതാണ് ഞങ്ങളുടെ ഭാവി കാര്യങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് നമസ്കാരം.
തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.